സ്കാൽപ്പിൽ കാണുന്ന എല്ലാ വെളുത്ത പൊടികളും താരനാണോ? ഒരിക്കലുമല്ല. അത് സെബോറിക് ഡെർമറ്റൈറ്റിസ് അല്ലെങ്കിൽ സോറിയാസിസ് വരെയാകാം. ഹായ്, ഞാൻ ഡോക്ടർ ബൽക്കിസ് ബാനു. സെബോറിക് ഡെർമറ്റൈറ്റിസും സോറിയാസിസും കാണാൻ ഏകദേശം ഒരുപോലെയാണെങ്കിലും ഡിഫറെന്റ് ആയിട്ടുള്ള അസുഖങ്ങളാണ്. അപ്പൊ നമുക്കുള്ള പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് എടുത്താൽ മാത്രമേ നമുക്ക് ബെസ്റ്റ് റിസൾട്ട് ലഭിക്കുകയുള്ളൂ. സാധാരണയായിട്ട് ഈ സെബോറിക് ഡെർമറ്റൈറ്റിസ് നമ്മുടെ സ്കാൽപ്പില്, നെറ്റിയില്, അതുപോലെ മൂക്കിന്റെ രണ്ട് സൈഡിലായിട്ട്, ചെവിക്ക് അകത്ത്, ചെവിക്ക് പുറത്ത്, മീശ, താടി, അപ്പർ ചെസ്റ്റ് ഏരിയ, ബാക്കില്, അപ്പർ പാർട്ടില് ഇവിടെയൊക്കെയാണ് സാധാരണയായിട്ട് കാണുന്നത്. അതായത് നമ്മുടെ സെബം കൂടുതലായിട്ട് കാണുന്നത്. ഇതിന്റെ ഫ്ലേക്സ് ഒരു ഇളം മഞ്ഞ കളറില് കുറച്ച് ഗ്രീസി അല്ലെങ്കിൽ ഓയിലി ആയിട്ടാണ് കാണുന്നത്. ഇതൊരു ഇൻഫ്ലമേറ്ററി കണ്ടീഷനാണ്. അതുകൊണ്ട് തന്നെ ഈ ഫ്ലേക്സിന് താഴെയായിട്ട് നമ്മൾ സ്കാൽപ്പിൽ ഒരു റെഡിഷ് ഡിസ്കളറേഷൻ കാണാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ചില സമയങ്ങളിൽ വീക്കവും ചെറിയ ചെറിയ ബ്ലിസ്റ്റേഴ്സ് ഒക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ സെബോറിക് ഡെർമറ്റൈറ്റിസിന്റെ ഒരു മൈൽഡർ ഫോമാണ് നമ്മൾ ഈ സാധാരണ കാണുന്ന താരൻ. അവിടെ ഒരു നോൺ ഇൻഫ്ലമേറ്ററി കണ്ടീഷനാണ്. അതായത് സ്കാൽപ്പിന് താഴെയായിട്ട് റെഡ് കളറോ വീക്കമോ ചൊറിച്ചിലോ കുറവായിരിക്കും. പക്ഷെ അതിന്റെ ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ വരുന്നതിനെയാണ് നമ്മൾ സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നത്. സോറിയാസിസിലാണെങ്കിൽ സ്കാൽപ്പ്, കൈമുട്ടില്, കാൽമുട്ടില്, ലോവർ ബാക്ക് ഏരിയ, അതായത് നമ്മുടെ ശരീരത്തിന്റെ ഡ്രയർ ഏരിയാസിലാണ് ഈ സോറിയാസിസ് സാധാരണയായിട്ട് കാണുന്നത്. ഈ സോറിയാസിസില് അതിന്റെ ഫ്ലേക്സ് ഒരു കുറച്ചുകൂടി ഡ്രൈ ആയിരിക്കും, കുറച്ചുകൂടി തിക്ക് ആയിരിക്കും. മാത്രമല്ല ഒരു വൈറ്റിഷ് ഗ്രേ സിൽവർ കളറിലാണ് നമുക്ക് കാണപ്പെടുക. നമ്മളിങ്ങനെ സോറിയാസിസ് ഡീഷിന്റെ അവിടെ തട്ടിക്കളഞ്ഞ അല്ലെങ്കിൽ ഇങ്ങനെ തട്ടിക്കളഞ്ഞ പൊടി പാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല ഈ ഫ്ലേക്സ് നമ്മൾ അടർത്തി മാറ്റുകയാണെങ്കിൽ അവിടെ ബ്ലീഡിംഗ് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. സ്കാൽപ്പിൽ കാണുന്ന സോറിയാസിസില് സാധാരണയായിട്ട് നമ്മുടെ ഹെയർ ലൈനിന് കുറച്ചുകൂടി താഴേക്ക് നെറ്റിയിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ട് കാണാം. ബാക്കിലാണെങ്കിൽ കഴുത്തിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ട് കാണാം. സോറിയാസിസിലും സെബോറിക് ഡെർമറ്റൈറ്റിസിലും നമ്മൾ അകത്തേക്കും ഇന്റേണലിയും എക്സ്റ്റേണലും മെഡിസിൻ എടുത്താൽ മാത്രമേ നമുക്കൊരു ബെസ്റ്റ് റിസൾട്ട് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ ഒരു കണ്ടീഷനുകളിൽ ഏതൊക്കെ ആഹാരം കഴിക്കാമെന്നും ഏതൊക്കെ ആഹാരം കഴിക്കാൻ പറ്റില്ല എന്നും ആയുർവേദത്തിൽ പറയുന്ന പഞ്ചകർമ്മ ട്രീറ്റ്മെന്റുകൾ എന്തൊക്കെ ഇതിന് ഫലപ്രദമാണെന്നൊക്കെ ഉള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇതുപോലുള്ള ഇൻഫോർമേഷൻസിനായി ഫോളോ ചെയ്യും.